വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കൊന്നും കൃത്യമായി മനസ്സിലാകാത്തൊരു പശ്ചാത്തലമുണ്ട്. കാരണം RRT സംഘത്തിന് പരിക്കേറ്റു എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം എന്നതുകൂടി ചേർത്ത് വെക്കണം. RRT സംഘാംഗങ്ങൾ വിവിധ സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ കാടിനുള്ളിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നത്, കടുവയ്ക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നത്. പുറത്ത് ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ട്. കാരണം വലിയ തോതിലാണ് ഈ പ്രതിഷേധം ജനങ്ങളുടെ ഉള്ളത്. അതിന്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഈ ആ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി കാണുന്ന സാഹചര്യമുണ്ട്. കടുവയെ പിടിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടും വനം വകുപ്പിന് സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. കടുവാക്രമണം മന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രനും മന്ത്രി OR കേളുവും കടുവാക്രമണം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ വരുന്നത്. RRT സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാകുന്നത്. RRT സംഘത്തിന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തറാട്ട് ഭാഗത്ത് നിന്ന് തിരച്ചിലിറങ്ങിയ RRT സംഘത്തിലാണ് പരിക്കേറ്റത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. മാനന്തവാടി RRT അംഗം ജയസൂര്യയാണ് ഇപ്പോൾ പരിക്കേറ്റത് എന്ന വിവരം വരുന്നു. 8 പേരടങ്ങുന്ന സംഘമായി തിരഞ്ഞായിരുന്നു ഇവരുടെ പരിശോധനയ്ക്കിടെ ഉൾക്കാട്ടിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉൾക്കാട്ടിൽ വെച്ച് RRT അംഗത്തെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും വലിയ തോതിൽ ജനത്തെ ആശങ്കയിലാഴ്ത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. RRT സംഘത്തിന് നേരെയും ആക്രമണം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. സാധാരണ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കടുവ ആയുധധാരികളായുള്ള RRT സംഘത്തിന് നേരെ ആക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ എവിടെയും ഏത് നിമിഷവും കടുവ പ്രത്യക്ഷപ്പെടാം എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷേ അപ്രതീക്ഷിതമായ ഒരാക്രമണമൊക്കെ ആയിരിക്കാം. അതുപോലെ വലിയ തോതിൽ അത് ചർച്ച എങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഉൾക്കാട്ടിൽ വെച്ചാണ് ആക്രമണ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നാട്ടുകാരുടെ സാന്നിധ്യമുണ്ട് അവിടെ. കൂടുതൽ RRT സംഘാംഗങ്ങൾ ഒരു പക്ഷേ അകത്തേക്ക് കയറിപ്പോയി ഈ RRT സംഘത്തിന് ചികിത്സ ഏതെങ്കിലും തരത്തിൽ നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് സാധാരണ ഒരു സാഹചര്യമല്ല, അതീവ ഗൗരവതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? കൂടുതൽ സംഘാംഗങ്ങൾ കാടിനുള്ളിലേക്ക് മറ്റും പോകുന്നത് കാണാം. അതിന് അവരെന്തെങ്കിലും പുറത്തു വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടോ? അപ്പം പരിക്കേറ്റിട്ടുണ്ട് എങ്കിൽ ഇദ്ദേഹത്തിന് ചികിത്സ ലഭ്യമാക്കേണ്ട സാഹചര്യമുണ്ടല്ലോ. ഗുരുതര പരിക്ക് എന്നാണ് പുറത്ത് ലഭിക്കുന്ന വിവരങ്ങൾ. അനീഷ് കേൾക്കാമോ? അനീഷിലേക്ക് വരാം. ഏതായാലും ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നു ദൗത്യ സംഘാംഗത്തിന് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. മന്ത്രിമാർ ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. മന്ത്രി AK ശശീന്ദ്രനും OR കേളുവും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം നൽകി കഴിഞ്ഞു മാധ്യമങ്ങളോട്. കാരണം വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. ദൗത്യ സംഘത്തിന് നേരെയാണ്, അതായത് ഉൾക്കാട്ടിൽ കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്ന കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള ചില സൂചനകളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന പശ്ചാത്തലം ഉണ്ട്. വെടിയേറ്റ കടുവ കൂടുതൽ ആക്രമണകാരിയാകുകയായിരുന്നോ എന്ന സംശയം കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അനീഷ്, കടുവയ്ക്ക് വെടിയേറ്റു എന്നുള്ള വിവരം കൂടി ചില സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി ഉണ്ട്. ഉൾക്കാട്ടിൽ വെച്ചായിരുന്നു ആക്രമണം. മറ്റു വിവരങ്ങൾ എന്താണ്? നമുക്ക് ചെറിയ സൂചനകൾ വരുന്നുണ്ട്. പക്ഷെ ഒരു വ്യക്തതയുള്ള വിവരങ്ങളല്ല. ഈ പരിക്ക് ഗുരുതരമല്ല എന്ന ചില വിവരങ്ങൾ വരുന്നുണ്ട്. ഈ RRT സംഘാംഗങ്ങളും ഈ കടുവയും നേർക്കുനേർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 8 അംഗ സംഘമാണ് ഓരോ RRT ടീമിലുമുള്ളത്. അതിൽ ഈ ഷൂട്ടർമാരുണ്ട്, ഒപ്പം ഈ മറ്റ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ പല ആളുകളുണ്ട്. ഇത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് ഓരോ RRT സംഘത്തിലുമുള്ളത്. ഇതിൽ ഒരു സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കടുവ നേരെ വീഴുകയായിരുന്നു, ചാടുകയായിരുന്നു പെട്ടെന്ന് ഒരു RRT സംഘമായ ജയസൂര്യയുടെ മുകളിലേക്ക്. ആ സമയത്ത് ഈ ചില ഗിയറുകൾ, സേഫ്റ്റി ഗിയറുകൾ ഉപയോഗിച്ചാണ് ഇവർ കാട്ടിലേക്ക് പോകുന്നത്. ദേഹത്ത് ഷീൽഡ് കാണും, ഒപ്പം ഈ കാലിൽ
ഈ ബൈക്കിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇടുന്ന പോലെ നീപ്പാട്, ഒപ്പം തൈപ്പാട്, അങ്ങനെ കുറച്ചധികം സേഫ്റ്റി ഉപകരണങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ ധരിച്ചാണ് ഇവർ പോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഷീൽഡ് ഉണ്ടായിരുന്നുകൊണ്ട് ഷീൽഡിലേക്കാണ് വന്നത്. അദ്ദേഹത്തിനുള്ള പരിക്കുകൾ ഗുരുതരമല്ല എന്ന വിവരങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഒരു കൃത്യമായ വിവരങ്ങൾ എന്തായാലും അല്പസമയത്തിനകമേ ലഭ്യമാകൂ. ഇവിടെ നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം പോകണം. പിന്നീട് ഒരു ചോല ഭാഗമാണ്, അതായത് ഇടതൂർന്ന വനങ്ങളുള്ള ഒരു നിഴൽ പ്രദേശം. അവിടെ കടന്നു വേണം ഈ RRT സംഘങ്ങൾ എത്തിയ സ്ഥലത്തേക്ക് എത്താൻ. അവിടെ നിന്നും ആളെ ചുമന്ന് വേണം ഈ വാഹനങ്ങൾ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ. എന്നിട്ട് അവിടുന്ന് വാഹനത്തിൽ ഇങ്ങോട്ട് വരാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് എത്താൻ ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകാതെ ഈ അദ്ദേഹത്തെ കൊണ്ടുള്ള RRT സംഘങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടേക്ക് എത്തും. പോലീസ് ഉദ്യോഗസ്ഥരടക്കം അവിടേക്ക് പോയിട്ടുണ്ട്. ഒപ്പം ഈ മേഖലകളിൽ വിന്യസിക്കപ്പെട്ട RRT സംഘാംഗങ്ങളെ മുഴുവൻ അവിടേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും കടുവ ആ മേഖലകളിൽ ഉണ്ട്, ആ സ്ഥലത്ത് തന്നെ കടുവ ഉണ്ട്. കഴിഞ്ഞ ദിവസം രാധയെ കൊന്നതിന്റെ ഏതാണ്ട് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് കഴിഞ്ഞ 3 ദിവസമായി കടുവയുടെ സാന്നിധ്യമുള്ളത് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇന്നലെയും കടുവയുടെ സാന്നിധ്യം നൌഫൽ എന്ന പഞ്ചാരക്കൊല്ലി സ്വദേശിയായ നൌഫൽ എന്നയാളുടെ വീടിന്റെ പിൻവശത്ത് കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം തുണി ഉണക്കാനായി പുറത്തേക്ക് ഇറക്കുമ്പോഴാണ് മറുവശത്തെ കാട്ടിൽ ഒരു മരത്തോട് ചേർന്ന് കടുവ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. കടുവ തന്നെ ലക്ഷ്യം വെച്ച് നിൽക്കുന്നതാണ് തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നവർ പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആശങ്ക കുലരായി ആ വീടിനകത്തേക്ക് കയറിയതുകൊണ്ട് ഒരു തലതാഴേക്ക് ഒരു അപകടത്തിൽ നിന്നും ഒഴിവായി എന്നവർ പറയുന്നു. എന്തായാലും ആ കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് CH കുന്ന് അടക്കമുള്ള ആ പഞ്ചാരക്കൊല്ലി ആ ബേസ് ക്യാമ്പിന്റെ എതിർവശത്തുള്ള ആ മേഖലകളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചത്. രാവിലെ തന്നെ സംഘങ്ങൾ 10 സംഘങ്ങളാണ് ഇന്ന് കാട്ടിൽ പലയിടങ്ങളിലായി ഈ തെരച്ചിലിനായി പോയത്. അതിൽ ഒരു സംഘമാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ജയസൂര്യ അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ടിരിക്കുന്ന സംഘം. അവിടേക്ക് കൂടുതൽ ദൌത്യ സംഘങ്ങൾ പോയിരിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ പോയിരിക്കുന്നു, വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും അവിടേക്ക് പോയിരിക്കുന്നു. എന്താണ് കാട്ടിനുള്ളിൽ നടന്നത്, എന്ത് തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത്, കടുവ വീണ്ടും വനംവകുപ്പിന്റെ റഡാറിൽ നിന്നും രക്ഷപ്പെട്ടോ എന്നീ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും മണിക്കൂറുകളിൽ വരും. ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോയിരിക്കുന്നു, അവർ വൈകാതെ പുറത്തേക്ക് എത്തും. അതാണ് സാഹചര്യം. 10 സംഘാംഗങ്ങളായി 8 പേരടങ്ങുന്ന 10 സംഘങ്ങളായാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നുമൊക്കെയായി കടുവയ്ക്കായി തിരച്ചിൽ വനത്തിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരു സംഘത്തിൽപ്പെട്ട RRT സംഘത്തിൽപ്പെട്ട ആൾക്കാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണമേറ്റത് എന്നാണ് മനസ്സിലാകുന്നത്. തറാട്ട് ഭാഗത്ത് വെച്ചാണ് കടുവയ്ക്കായുള്ള തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ഗൗരവതരമായ ഒരു സാഹചര്യം തന്നെയാണ്, യാതൊരു സംശയവുമില്ല അക്കാര്യത്തിൽ. ഈ പരിക്കേറ്റ ആളുടെ നില എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം കടുവയ്ക്ക് വെടിയേറ്റു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതിലും ചില സൂചനകൾ കൃത്യമായി വരേണ്ടതുണ്ട്. ഏതായാലും കാടിനകത്തുള്ള ദൗത്യ സംഘാംഗങ്ങൾ ആരെങ്കിലും പുറത്തെത്തിയാൽ മാത്രമാകും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണം ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ചേർത്ത് വെക്കേണ്ടത്. കാരണം ഉൾക്കാട്ടിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത്. ഉൾക്കാട്ടിനുള്ളിലാണ് ഈ ആക്രമണ സംഭവം ഉണ്ടായതും. അത് ഏറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ദൗത്യ സംഘാംഗങ്ങൾ ഏറെ ശ്രമപ്പെട്ടാണ് കഴിഞ്ഞ 3-4 ദിവസമായി കടുവയ്ക്കായുള്ള തെരച്ചിൽ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനിടയിൽ കടുവയും ഈ ദൗത്യ സംഘാംഗങ്ങളുമായി നേർക്കുനേർ കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഏറെ ആധുനികമായ ഒരുപാട് സന്നാഹങ്ങളോടുകൂടിയാണ് ഈ ദൗത്യ സംഘാംഗങ്ങൾ ഉള്ളത്. 8 പേരടങ്ങുന്ന സംഘമാണ്. 8 പേരടങ്ങുന്ന 10 സംഘാംഗങ്ങളായി തന്നെയാണ് അവിടെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ നിരവധി നാട്ടുകാരുടെയൊക്കെ ദൃശ്യങ്ങൾ കാണാം. പലരും വലിയ ഭീതിയിൽ തന്നെയാണ്, യാതൊരു സംശയമില്ല. കൊച്ചുകുട്ടികൾ, നാട്ടുകാർ ഒക്കെ ഏറെ യാത്ര ചെയ്യുകയും സഞ്ചരിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഇവിടെ കടുവയുടെ സ്ഥിരം സാന്നിധ്യം എന്ന് പറയുമ്പോൾ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഗൗരവതരമായി തന്നെ ഇതിനെ കാണേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ദൗത്യ സംഘാംഗത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വാർത്ത ഏറെ ആശങ്കയോടുകൂടിയാണ് നാട്ടുകാർ കൂടി കാണുന്നത്. അത്തരത്തിൽ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴും ദൗത്യ സംഘാംഗങ്ങൾ കാട്ടിൽ തുടരുകയാണോ?
രഞ്ജിത്ത്, പുതിയ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കൂടുതൽ സംഘാംഗങ്ങൾ കാട്ടിലേക്ക് പോയിരിക്കുന്നു. വിവിധയിടങ്ങളിലായി ഡ്യൂട്ടി നോക്കുന്ന മറ്റ് കാടിന്റെ ഈ CH കുന്നിലും പഞ്ചാരക്കൊല്ലിയും ഒക്കെ അടക്കം ഈ വിവിധ മേഖലകളായി തിരിച്ചാണ് ആളുകൾ ഇന്ന് ഡ്യൂട്ടി നോക്കിയിരുന്നത്. അങ്ങനെയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു, ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടിലേക്ക് പോയിട്ടുണ്ട്. ബേവൂർ റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകളും കാട്ടിലേക്ക് പോയിട്ടുണ്ട്. നിരവധി വാഹനങ്ങളിലാണ് ആദ്യ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുകയും അവർ കാട്ടിലേക്ക് ശരവേഗത്തിൽ പോവുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷമാണ് കാട്ടിൽ ഒരു അപകടം നടന്നിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. RRT അംഗമായ ജയസൂര്യയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു എന്ന വിവരം വന്നിരിക്കുന്നത്. പിന്നീടാണ് കടുവയുടെ ആക്രമണത്തിൽ തന്നെയാണ് ഈ RRT അംഗത്തിന് പരിക്ക് പറ്റിയതെന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. കാട്ടിനുള്ളിൽ ചില ശബ്ദം കേട്ടു എന്ന് നാട്ടുകാരായ ആളുകൾ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ അത് എന്തിന്റെ ശബ്ദമാണ്, ഈ കടുവയുടെ ശബ്ദമോ അല്ലെങ്കിൽ വെടിയുതിർക്കുന്ന ശബ്ദമോ, എന്താണ് ശബ്ദമെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരടക്കമുള്ള ആളുകൾ അവിടേക്ക് നിരന്തരം ബന്ധപ്പെട്ട് എന്താണ് കാട്ടിനുള്ളിൽ നടന്നത്, കടുവയുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ, കടുവ അവിടുന്ന് രക്ഷപ്പെട്ടെങ്കിൽ തന്നെ ഏത് മേഖലയിലേക്ക് രക്ഷപ്പെടും എന്നടക്കമുള്ള ആശങ്കകളുണ്ട്. കാരണം ഈ വനമേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ മുഴുവൻ ജനവാസ മേഖലകളാണ്, ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്, കുട്ടികളും പ്രായമായവരും ഒക്കെ അടക്കം നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് ഒരു വലിയ ഒരു ഭീതിയുടെ അന്തരീക്ഷത്തിലേക്ക് ഇവിടം മാറിയിട്ടുണ്ട്. ചേട്ടാ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ? ഇല്ല, പുതിയ വിവരങ്ങളൊന്നും കിട്ടിയില്ല. ആകെ സീരിയസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ വെച്ചാല് ഈ വഴി തന്നെ വരണമെന്നില്ല, വേറെയും വഴിയുണ്ട് അപ്പുറത്ത് കൂടെ. അപ്പൊ അവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വണ്ടി അപ്പുറ സൈഡിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചിട്ട് പോയത് അപ്പുറ സൈഡിലേക്കാണ് പോയത്. എന്താ സംഗതി സീരിയസ് ആണ്. അതുകൊണ്ടാണ് എന്താ പിന്നെ ചിലപ്പോൾ ഇതൊരു ചോലയാണ്. ഈ രണ്ട് മലിന്റെ ഇതൊരു ചോലയാണ്. ഈ ചോലിന്റെ അപ്പുറം റോഡാണ് ഇപ്പുറം റോഡാ. ഏത് റോഡിൽ കൂടി എന്തായാലും കൊണ്ടുപോകും. എന്തായാലും പിന്നെ ഇപ്പൊ ഈ ശബ്ദം കേട്ട സ്ഥിതിക്ക് കടുവ പിന്നെ ഇതിന്റെ പ്രകോപനത്തിൽ തിരിച്ചാക്രമിച്ചതായിരിക്കും കടുവയെ പിടികൂടിയതായ വിവരങ്ങളൊന്നും വരുന്നു. അങ്ങനത്തെ ഒന്നും ന്യൂസും കേട്ടില്ല. കടുവയെ പിടികൂടിയതും ഇതായിട്ട് ഒന്നും കേട്ടില്ല. പക്ഷേ ഇതിൽ വലിയ അപകടമുള്ളത് ഈ ദൌത്യ സംഘത്തിന്റെ അടുത്ത് നിന്നും ഈ കടുവ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. അതിന് തക്കതായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ അലോൺസ്മെന്റ് ചെയ്തിട്ട് ഇപ്പൊ ഈ രാധേച്ചിന്റെ വീടിന്റെ സൈഡിൽ കൂടെ ഒക്കെ വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ ആരും വീടിന് കുട്ടികളും ആരും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അലോൺസ്മെന്റ് ഇപ്പൊ ചെയ്തിട്ട് ഇപ്പോഴും വാഹനം പോകുന്നുണ്ട് പ്രദേശങ്ങളിൽ. ഏത് പോകുന്നുണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തും എന്താണ് എല്ലാ സുരക്ഷ ഒരുക്കിയിട്ടാണ് പിന്നെ പോലീസായാലും ഫോറസ്റ്റ് ആയാലും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള വെച്ചാൽ അത് ഈ മിഞ്ഞാന്നാണല്ലോ 2 ദിവസം മുന്നേ ആണല്ലോ ചെയ്തത്. അപ്പൊ ഇന്നലെ ഇപ്പൊ വിശന്നിട്ട് നടക്കേക്കും. ഇനി അടുത്തത് ഇതിൽ ആര് കണ്ണുപെട്ട് കഴിഞ്ഞാലും എന്താക്കും, നേരെ പോയിട്ട് കടുവല്ല ആക്രമിച്ച് എന്തെങ്കിലും എന്താ സംഭവിക്കുന്നതാണ് അതിന്റെ ഒരു എന്താ പറയുക പിന്നെ ഈ അവസ്ഥ കാണുമ്പോൾ പറയുന്നത്. അപ്പൊ ജനങ്ങളെല്ലാം ജാഗ്രത പാലിക്കാവുന്ന പിന്നെ ഇതിനകത്തേയും പെട്ടെന്ന് പിടികൂടാനുള്ള സംവിധാനം ചെയ്യാം. RRTയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ വീണ്ടും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആകുക ചെയ്യാം. കാരണം വെച്ചാൽ ഇത് പിന്നെ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടല്ലാകുന്നത്. കാരണം ഇപ്പൊ തന്നെ ആളുകൾക്ക് തൊഴിലുകളിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം, എല്ലാവരും വീട്ടിലെ ഉള്ളിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടണം. അതിനുള്ള എല്ലാ ഇതും പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് ആളുകളുടെ വികാരം. കാരണം കൂടുതൽ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ. ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ നീങ്ങുക. RRT സംഘത്തിന്റെ കയ്യിൽ നിന്നും ഈ കടുവ രക്ഷപ്പെട്ടാൽ വീണ്ടും ജനവാസ മേഖലകളാണ് ഈ ചുറ്റുപാടുമുള്ളത്. എന്തായാലും ഉച്ചഭാഷണികൾ വെച്ച് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ആളുകളെ വിവരം അറിയിക്കുന്നുണ്ട്. പള്ളികളിൽ നിന്നും മറ്റുമൊക്കെ ഈ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. അങ്ങനെ പൂർണ്ണമായ ഒരു ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലകളിൽ നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ കാട്ടിലേക്ക് പോയ ഉദ്യോഗസ്ഥർ തിരിച്ചെത്തുകയോ അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയോ ചെയ്യുമെന്ന് കരുതാം. ഒരു അടിയന്തര സാഹചര്യം എന്തായാലും അങ്ങേയറ്റം ഗൌരവതരമായ ഒരു സാഹചര്യം കാട്ടിനുള്ളിൽ ഉണ്ടായിരിക്കുന്നു. അത് കടുവ കൂട്ടിലായി കാണുമോ അല്ലെങ്കിൽ കടുവയെ കൂട്ടിലാക്കാൻ ശ്രമിച്ചപ്പോൾ, കടുവയെ വെടിവെക്കാൻ ശ്രമിച്ചപ്പോൾ RRT സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായതാണോ, കടുവ ഇനി രക്ഷപ്പെട്ടോ, കടുവയെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഇതിനൊക്കെ അല്പസമയത്തിനകം ഉത്തരം ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും അതീവ ഭീതിജനകമായ സാഹചര്യം തന്നെയാണ് ഈ മേഖലയിലുള്ളത്. RRT സംഘത്തെ കടുവ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ഒരുപാട് വർദ്ധിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ ഒരുപക്ഷെ RRT സംഘം അംഗങ്ങളാണ്, പോലീസിന്റെയൊക്കെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. അവർ പുറത്തേക്ക് വരികയാണോ എന്ന് സംശയമുണ്ട്. കാരണം ആ RRT സംഘാംഗത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ സാഹചര്യം എന്താണ് എന്ന് നമുക്കറിയില്ല. അവർക്ക് ആയുധധാരികളായി തന്നെയാണ് അവർ കടുവയെ പിടിക്കാനായി വെടിവെക്കാനായി അകത്തേക്ക് പോയത്. പക്ഷെ അവർക്ക് ഇതിനകം സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ കടുവയുടെ സാന്നിധ്യം സജീവമായി തന്നെ ഈ മേഖലയിലുണ്ട് എന്ന് പറയുമ്പോൾ ജനത്തിന്റെ പ്രതിഷേധം അത് ചെറിയ തോതിലല്ല. അവർക്ക് വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഒപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മൾ കാണണം.
വലിയ തോതിലുള്ള മുന്നറിയിപ്പുകളും മറ്റും നൽകുന്നുണ്ട് എങ്കിൽ പോലും അത് ഈ പറഞ്ഞതുപോലെ കടുവ എപ്പോൾ ഏത് നിമിഷം എവിടെ പ്രത്യക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു ധാരണയും ആർക്കുമില്ലാത്ത പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ഗൗരവതരമായ ആലോചനകളുണ്ട്. നാട്ടുകാർ ചില കാര്യങ്ങൾ പോലീസിനോടും വനംവകുപ്പിനോടും മറ്റും വ്യക്തമാക്കുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിലാണിത് കാണുക എന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും സംഘാംഗങ്ങൾ ഇപ്പോഴും കാട്ടിനുള്ളിൽ തന്നെയാണ്. അവർ അല്പസമയത്തിനകം പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള ചികിത്സ അടക്കം നൽകേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനായി ഇവർ പുറത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, അതിൽ ദൃശ്യങ്ങൾ കാണാം, സംഘാംഗങ്ങളുടെ ദൃശ്യങ്ങളും മറ്റും കാണാം. അവർ കൂടുതൽ ആളുകൾ കാട്ടിനുള്ളിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? കാട്ടിനുള്ളിലെ ഉദ്യോഗസ്ഥർ, നല്ലൊരു പങ്ക് ഉദ്യോഗസ്ഥർ, ഈ മേഖലയിൽ വിന്യസിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ പോയിരിക്കുന്നു. മാധ്യമപ്രവർത്തകരും നാട്ടുകാരുമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പോലീസ് ഈ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് ഒരു ബ്ലോക്ക്, അതായത് ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടുതൽ ആളുകൾ അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങേയറ്റം ഗൗരവതരമായ ഒരു സാഹചര്യം കാട്ടിനുള്ളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സുഗമമായി ഈ പരിക്കേറ്റ ആളെ പുറത്തേക്ക് എത്തിക്കണം എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. എന്തായാലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. എന്താണ് കാട്ടിൽ നടന്നത്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള അപകടമാണ് നടന്നത്? കടുവ മാന്തി എന്നാണ് നാട്ടുകാർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. നേരത്തെ ഉദ്യോഗസ്ഥരും അക്കാര്യം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ മേഖലയിൽ ഉണ്ടായിരുന്ന RRT സംഘങ്ങളെ മുഴുവൻ ഈ മേഖലയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനകം കാട്ടിലേക്ക് പോയിട്ടുണ്ട്. മറ്റ് പ്രദേശവാസികളായ ചിലരൊക്കെ ഈ വഴിയും മറ്റുമൊക്കെ അറിയാവുന്ന ആളുകളുമുണ്ട്. അല്പസമയത്തിനകം അവർ കാട്ടിൽ നിന്നും പുറത്തേക്ക് വരും. കടുവ കുടുങ്ങിയോ അല്ലെങ്കിൽ കടുവയെ പിടികൂടാൻ സാധിച്ചോ, അഥവാ ഈ RRT സംഘങ്ങളുടെ മുന്നിൽ നിന്നും കടുവ രക്ഷപ്പെട്ടോ എന്നടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ലഭിക്കും. RRT സംഘങ്ങളാണെന്ന് മനസ്സിലാകുന്നു. അവർ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായേക്കാം. RRT സംഘങ്ങൾ പുറത്തേക്ക് വരുന്നു. RRT സംഘത്തിൽപ്പെട്ട ഒരാൾക്കാണ് പരിക്കേറ്റത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ പക്ഷേ പ്രതികരിക്കാനൊന്നും തയ്യാറാകില്ല. അവർക്ക് ചില നിയന്ത്രണങ്ങളും മറ്റുമുണ്ട്. അവരുടെ സംഘം തലവന്മാർ ആരെങ്കിലും എത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എനിക്ക് പറയാം. അനീഷ്, രഞ്ജിത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടേക്ക് കൂടുതൽ RRT സംഘങ്ങളെ എത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് മറ്റിടങ്ങളിലുള്ള RRT സംഘങ്ങളോടും അങ്ങോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘം കൂടെ ആ സ്ഥലത്തേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ മറ്റൊരു സ്ഥലത്ത് ഡ്യൂട്ടി നോക്കിയിരുന്ന RRT അംഗങ്ങളാണ്. 1, 2, 3, 8 പേരാണ് ഈ സംഘത്തിൽ ഓരോ സ്ഥലത്തുമുള്ളത്. അത്തരത്തിലെ 10 സംഘങ്ങളെയാണ് വിന്യസിക്കുമെന്ന് ഇന്നലെ അറിയിക്കുകയും ഇന്ന് രാവിലെ ബേസ് ക്യാമ്പിൽ ഇവരെല്ലാം തമ്പടി ശേഷം അവിടെ നിന്നും 8 പേർ വീതമുള്ള ആളുകളായി ഓരോരോ വാഹനങ്ങളിലായി പോവുകയും ചെയ്യുന്നു. കൃത്യമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 8 പേരാണ്. ഒരു ഗ്രൂപ്പ് ആളുകളാണ്, ഒരു സംഘത്തിലുള്ള RRT അംഗങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മറ്റൊരിടത്ത് കടുവയ്ക്കായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു അടിയന്തര സാഹചര്യം വന്നപ്പോൾ ഇവിടേക്ക് മാറിയിരിക്കുന്നു ആ സംഘം. ഇവിടേക്ക് അവരെ പുനർവിന്യസിച്ചിരിക്കുന്നു. ഈ മേഖലയിലുള്ള മുഴുവൻ RRT സംഘങ്ങളെയും അവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബേസ് ക്യാമ്പിനടുത്തുണ്ടായിരുന്ന പോലീസ് സേനാംഗങ്ങളെയും ഇവിടേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു. പോലീസും കാട്ടിനുള്ളിലേക്ക് ഇപ്പോൾ വനംവകുപ്പിനെ സഹായിക്കാനായി പോയിരിക്കുന്ന കാഴ്ചകൾ തന്നെ കാണാൻ കഴിയുന്നു. എന്തായാലും അടിയന്തര സാഹചര്യം കാട്ടിനുള്ളിൽ ഉണ്ടായിരിക്കുന്നു. കടുവയും ദൌത്യസംഘങ്ങളും നേർക്കുനേർ കണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മയക്കുവെടി വെക്കാനോ അല്ലെങ്കിൽ കടുവയെ പിടിക്കാനുള്ള മറ്റു മാർഗങ്ങളോ ഒക്കെ ദൌത്യസംഘങ്ങൾ തേടിയിരിക്കാം. അപ്പോഴാവാം ഈ ജയസൂര്യ എന്ന RRT അംഗത്തിന് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തിന്റെ പരിക്കിന്റെ ഒരു തോത്, എത്രമാത്രം മാരകമായ പരിക്കുകളാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. കടുവ തന്നെയാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നതെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിക്കണം. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം പിന്നിട്ടാലാണ് ഈ ദൌത്യം നടന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം. അതും ഏതാണ്ട് 500 മീറ്ററോളം ദൂരം, അതായത് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ അവിടെ വഴിയില്ല. കാട്ടുചോലയിലൂടെ മരങ്ങൾക്കിടയിലൂടെ
കൊടുങ്കാട്ടിലൂടെ വേണം അവിടെ നിന്നും അദ്ദേഹവുമായി ആളുകൾക്ക് ഈ വഴിയുള്ള സ്ഥലത്തേക്ക് എത്താൻ. അവിടെ നിന്നുമാണ് വാഹനം മാർഗേന ഇവിടേക്ക് വരാൻ. അതുകൊണ്ട് ദുഷ്കരമായൊരു ദൌത്യം 3-4 പേരൊക്കെ ചേർന്ന് പിടിച്ചാലാവും കാട്ടിനുള്ളിലൂടെ ഒരു വ്യക്തിയെ വാഹനത്തിലേക്ക് എത്തിക്കാൻ കഴിയുക. അതിനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയി. സമീപ പ്രദേശങ്ങളിലുള്ള RRT അംഗങ്ങളെല്ലാം അവിടെ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും കൂടുതലായി അവിടേക്ക് പോയിരിക്കുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ 3 ദിവസമായി ഉണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആദ്യ ദിനം രാധയെ കൊന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ മാറിയാണ് ഇന്നലെ നൌഫൽ എന്നയാളുടെ വീട്ടിന്റെ പരിസരത്ത് കടുവയെ കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യ കടുവയെ കണ്ടു, മക്കൾ കടുവയെ കണ്ടു. താൻ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ആ മറിയം എന്ന സ്ത്രീ നമ്മളോട് പറയുകയും ചെയ്തു. അവിടെ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്നും RRT അംഗത്തെ പുറത്തേക്ക് എത്തിക്കും. കടുവയ്ക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കടുവയെ പിടികൂടാൻ കഴിഞ്ഞോ, അതോ കടുവ ഈ RRTയുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞോ, വെടിവെക്കാൻ കഴിഞ്ഞോ എന്നീ ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്. നേരത്തെ നാട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ആ സ്ഥലത്ത് നിന്നും ഒരു ശബ്ദം കേട്ടിരുന്നു. പക്ഷേ എന്തിന്റെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ RRT സംഘാംഗങ്ങൾ ഈ കടുവയ്ക്ക് നേരെ വെടിവെക്കുകയും വെടിവെച്ചപ്പോൾ ഒരു പ്രത്യാക്രമണം കടുവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാവാനുമുള്ള സാധ്യതയാണ്. കടുവ മാന്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എത്രമാത്രം മാരകമാണ് ആ പരുക്ക്, എന്താണ് അവിടെ സംഭവിച്ചതെന്നതിനെ കുറിച്ചുള്ള വ്യക്തത കാട്ടിൽ നിന്നുമുള്ള സംഘാംഗങ്ങൾ പുറത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ മാത്രമേ നൽകാൻ കഴിയൂ. നേരത്തെ ബേവൂർ റേഞ്ച് ഓഫീസർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം സ്ഥിരീകരിച്ചത് ജയസൂര്യ എന്ന RRT സംഘാംഗത്തിന് പരുക്ക് പറ്റി. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായ വിവരമില്ല. കാട്ടിൽ എന്താണ് നടന്നതെന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇതിനകം കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കടുവയുടെ ആക്രമണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രദേശത്ത് ഇപ്പോഴും കടുവയുടെ സാന്നിധ്യമുണ്ട്. RRT സംഘത്തിന് പരിക്ക് പറ്റിയ പശ്ചാത്തലം അതീവ ഗൗരവതരമാണ്. നമുക്കറിയാം, എല്ലാ സന്നാഹങ്ങളോടും കൂടി കാട്ടിൽ പോയി കടുവയെ കണ്ടെത്താനും അതിനെ മയക്കുവെടി വെക്കാനും ഒക്കെയായി സജ്ജീകരണത്തോടുകൂടി പോകുന്ന സംഘമാണ് RRT സംഘം. അവർക്ക് ഇത്തരത്തിൽ അവരെയും ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വളരെയേറെയാണ്. ദ്രുതഗതിയിൽ വനംവകുപ്പ് സന്നാഹങ്ങൾ കൂടുതൽ സന്നാഹങ്ങളുമായി കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തറാട്ട് എന്ന മേഖലയിലേക്കാണ് ഉദ്യോഗസ്ഥർ നീങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. RRT അംഗം ജയസൂര്യക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. അതീവ ഗൗരവതരമായ സാഹചര്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രി OR കേളു തന്നെ നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു, കടുവയുടെ ആക്രമണമാണ് ഈ RRT സംഘത്തിന് നേരെ എന്ന കാര്യത്തിൽ. ഏതായാലും വീണ്ടും കടുവ ആക്രമണം, കടുവ സജീവമായി തന്നെ ആ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നത് നാട്ടുകാർക്ക് കുറച്ചൊന്നുമല്ല ഭീതി സമ്മാനിക്കുന്നത്. കടുവയെ പിടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഉണ്ട് എങ്കിൽ പോലും അതൊന്നും വിജയിക്കുന്നില്ല എന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. MS സനീഷ് കുമാർ ആ മേഖലയിലുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി അതിന്റെ വിവരങ്ങൾ നമുക്ക് ഓരോ നിമിഷവും ലഭ്യമാകുന്നുണ്ട്. താനും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് RRT സംഘാംഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ്. നാട്ടുകാരൊക്കെ ഭീതിയിലാണ്. ഈ മേഖലയ്ക്ക് തൊട്ടടുത്താണ് കഴിഞ്ഞ ദിവസം രാധ എന്ന സ്ത്രീ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും കടുവ ഭക്ഷിക്കുകയും മറ്റും ചെയ്ത് വീണ്ടും കടുവ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടുകാർ വലിയ ഭീതിയിലാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഫോറസ്റ്റ് വാച്ചർമാരോട് പറഞ്ഞിരുന്നു പിന്നെ ഇങ്ങനെ ശബ്ദം കേട്ടുന്ന്. അപ്പൊ ഇന്ന് 6:30 വരെ അവരുണ്ടായിരുന്നു. ഇവിടെ തന്നെ അവര് ക്യാമ്പായിരുന്നു. പിന്നെ അവിടെ കൂടും വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ആനേന്റെ ശല്യം, കാട്ടുപോത്തിന്റെ ശല്യം, എല്ലാത്തിന്റെ ശല്യം ഉണ്ട്. പിന്നെ ഇല്ല, വെടിശബ്ദം കേട്ടതായിട്ട് ഓർക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു, പുറത്തായിരുന്നുണ്ടായിരുന്നേ. അപ്പൊ ഞങ്ങൾക്ക് എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല. പരിക്കേറ്റു എന്ന് പറഞ്ഞു. പിന്നെ അത് കുറെ അപ്പുറത്തേക്കാ, ഒരു 500 മീറ്ററോളം ദൂരം ഉണ്ടാവും. 500 മീറ്ററോളം ദൂരം ഉണ്ടാവും. അത്രയും ഉണ്ടാവും. ആ കാട്ടില് നല്ല ശബ്ദം കേട്ടിരുന്നു. ഇന്നലെ ഒരു 8:30-9 മണിയോട് അടുത്തിട്ടാണ് ഇതിന്റെ ശബ്ദം കേട്ടത്. ആ കൂടെ തന്നെയാണ് കൊരങ്ങിന്റെ ഒച്ചയും കൂടെ കേട്ടത്. ഭയങ്കര കരച്ചിലായിരുന്നു. അന്നേരം ഞാൻ നമ്മുടെ വാച്ചറിനോട് വിളിച്ചു പറഞ്ഞു. അവരപ്പത്തേക്ക് ഇൻഫോം ചെയ്ത് പിന്നെ എല്ലാവരോടും അറിയിച്ചു. പിന്നെ അപ്പത്തേക്ക് ഇവിടെ വണ്ടി വന്നു. ഇവിടെ 6:30ക്കാണ് അവര് പോയത്. ഇല്ലില്ല, രാത്രി പുറത്തൊന്നും ഇറങ്ങിയിട്ടില്ല. ഇല്ല, നമ്മുടെ വീട് 2 വീടാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. ഏറ്റവും ലാസ്റ്റത്തെ വീടാണത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇല്ല. പിന്നെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റാണ്. ഇന്നലെ ചേച്ചി ശബ്ദം കേട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണോ ഇപ്പം ഫോറസ്റ്റ് പോയെന്ന് മനസ്സിലായിട്ടുണ്ട്? ഈ ഭാഗത്താണ് ശബ്ദം കേട്ടത്. നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അതിന്റെ കുറച്ചപ്പുറത്ത് മാറിയിട്ടാണ്
ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായെന്നാ പറഞ്ഞത്. അടുത്ത് തന്നെയാണ്. ശബ്ദം കേട്ട് കുറച്ചപ്പുറത്തേക്കാന്നാ പറഞ്ഞത്. ഈ കുരങ്ങിന്റെ ശബ്ദം കേട്ട് രാത്രിയിലാണല്ലോ. രാവിലെ അതിന്റെ എന്തെങ്കിലും സൂചനകളോ വല്ലതും ഇല്ല, ഒന്നുമില്ല. ഒന്നും ഉണ്ടായില്ല. അതിങ്ങനെ ഓടുന്ന ഈ വലിയ മൃഗങ്ങളൊക്കെ പോകുമ്പോ കുരങ്ങ് വല്ലാണ്ട് ശബ്ദിച്ച് കരയും. ഇത് ഞങ്ങള് കുറെ കാലമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് അറിയാം ആ ശബ്ദങ്ങളൊക്കെ. മാനാണെങ്കിലും നമ്മളിപ്പോ സംസാരിക്കാൻ താറാട്ട് ചേച്ചി ഇല്ല, എനിക്ക് ചേച്ചീന്റെ മോളെ എൻഗേജ്മെന്റ് ആണ്, അങ്ങോട്ടേക്കാ വന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന ചേച്ചി എന്തായാലും ഇതാണ് ഇവർ വിശദീകരിക്കുന്ന കാര്യം. കാരണം ഇവരുടെ വീടിന്റെ മറുഭാഗത്ത് നിന്ന് അസാധാരണമായ ശബ്ദം കേട്ടു എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ ആ വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ വാഹനത്തിൽ പരിക്കേറ്റ ആളെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇതാണ് സാഹചര്യം. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഭയത്തിലാണ്. ഇന്നലെയും രാത്രിയിലും ചില ശബ്ദങ്ങൾ മറ്റും കേട്ടു എന്നാണ് അവർ പറയുന്നത്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ അവിടെയുണ്ട്. അവർക്ക് പലതരത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. ആശങ്ക തന്നെയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും അനീഷ തുടരാം. എന്താണ് അവർക്ക് പറയാനുള്ളത്? എന്താണ് ആൾക്ക് പരിക്കൊന്നും പറ്റില്ല, എമർജൻസി ഒരു ആളാണെങ്കിൽ. അല്ല, അവർ പറഞ്ഞത് ഇന്നലെ രാത്രിയിലും ഇങ്ങനെ ഒരു ശബ്ദം വീടിനടുത്ത് കേട്ടിരുന്നു. ആ കുരങ്ങുകളൊക്കെ അലറിപ്പായുന്ന ശബ്ദം കേട്ടു. അതിനുശേഷം വാച്ചറെ വിളിച്ച് വിവരം അറിയിച്ച ശേഷം മുറിക്കുള്ളിലേക്ക് നീങ്ങിയിരുന്നു എന്നാണ് ആ വീട്ടമ്മ പറഞ്ഞത്. അവർ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി ഇവിടുന്ന് പോവുകയാണ്. കാട്ടിനുള്ളിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നു. പക്ഷേ അവരുടെ വീട്ടിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരെയാണ് ഈ സംഭവം നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. പറയാനുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. എന്തറിയോ, ഇവർക്ക് എമർജൻസി ഒരാൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞല്ലോ. പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓല് ഇത്രയും മണിക്കൂറായില്ലേ, അവരെന്തുകൊണ്ട് അവരെ പുറത്തിറക്കിയില്ല? അവരെന്തുകൊണ്ട് ഇങ്ങോട്ട് കടത്തിയിട്ടില്ല? ഒരു പരിക്ക് പറ്റിയ ഒരു വ്യക്തിയെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കില്ലേ? ഉണ്ട്. അപ്പൊ അവർക്ക് കൂട് വെച്ചതിൽ അവർക്ക് പെട്ടു. ആ കടുവനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. അതാണ് ഇവരുടെ ഉത്തരവാദിത്തം. കേട്ടില്ലേ? അതാണ് ഇവരുടെ തീരുമാനം. അത് നമ്മൾ നടത്തൂല, ഇവിടുന്ന് കടത്താൻ വിടൂല. പക്ഷെ വിടുത്താത്തത് കൊണ്ടാണ് അവന്മാർ എന്താക്കുന്നത്, ആ എമർജൻസി ഉള്ള രോഗിയെ പോലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ മടിക്കുന്നത്. അവർ കൊണ്ടുവരണം, ആ രോഗിയെ കൊണ്ടുവന്ന് ഞങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോകണം. അവരെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അങ്ങനെ ചില സംശയങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം കടുവ കൂട്ടിൽ കുടുങ്ങിയെന്ന ചില സംശയങ്ങളും വരുന്നു. നേരത്തെ ആ വീട്ടമ്മ പറഞ്ഞ പോലെ അവർ ഇന്നലെ വനംവകുപ്പിൽ വിളിച്ച് വിവരം അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥലത്ത് ഒരു കൂട് സ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ കൂട്ടിൽ കുടുങ്ങിയതാണോ, ഇനിയും കടുവയെ വെടിവെച്ചോ, കടുവയ്ക്ക് വെടിയേറ്റു എന്ന ചില വിവരങ്ങളും വരുന്നുണ്ട്. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഔദ്യോഗികമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് നൽകിയ വിവരങ്ങളല്ല. അതുകൊണ്ട് അങ്ങനെയെങ്കിൽ ആളുകൾ കാത്തിരുന്ന ഒരു ആശ്വാസ വാർത്ത എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഈ പരിക്കേറ്റ RRT അംഗമായ ജയസൂര്യക്ക് കാര്യമായ പരിക്കുകൾ ഇല്ല എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. അങ്ങനെയെങ്കിൽ മറുവശത്ത് കടുവ വെടിയേറ്റിട്ടുണ്ടെങ്കിൽ അതൊരു ആശ്വാസകരമായ കാര്യമാണ്. എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കറക്റ്റ് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല. പരിക്ക് വലിയ ഗൗരവമല്ല എന്നില്ലാണ് ഇപ്പൊ കിട്ടിയത്. അങ്ങനെ ആട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. പിന്നെ കടുവയ്ക്ക് വെടിയേറ്റതായ ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. ഇല്ല, നമുക്ക് അങ്ങനത്തെ ഒന്നും സ്ഥിരീകരിക്കല്ല. അപ്പൊ അതിന്റെ തൊട്ട് ലാസ്റ്റ് വീട്ടിലെ ഒരു ശോഭാറിന്റെ ആളിപ്പോ നിങ്ങൾക്ക് വയ്ക്കുന്ന ആള് പോയത്, അവര് പറഞ്ഞ വെടിവെച്ചിന്റെ ശബ്ദമൊന്നും അവർ കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പോ അതിൽ കൂടുതലൊന്നും അറിയില്ല. നാട്ടുകാരാണ്, അവർ ഇവിടുത്തെ പൊതുപ്രവർത്തകരാണ്. നിരന്തരം കാടുമായി അല്ലെങ്കിൽ ആ സംഘത്തിൽ ഈ നാട്ടിൽ നിന്നുള്ള വാച്ചർമാരടക്കമുള്ള ആളുകളുണ്ട്. അവരോടൊക്കെ നിരന്തരം വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു വ്യക്തതയുള്ള വിവരം ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ഈ പരിക്കേറ്റ RRT സംഘവുമായുള്ള വനംവകുപ്പ് സംഘവും ഇവിടേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ മറുവശത്തോട് വേണമെങ്കിലും ഈ പട്ടണത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു വഴിയുണ്ട്. ഒരുപക്ഷെ ഈ ആളുകളൊക്കെ ഒഴിവാക്കി ആ പാതയിൽ കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. പോയി കഴിഞ്ഞിരിക്കാം. പോയി എന്നുള്ള വിവരങ്ങളും നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ 2 വഴിയാണുള്ളത്. ഒന്നെങ്കിൽ ഈ വഴി കൂടെ എത്താം, അല്ലെങ്കിൽ മറുവശത്ത് മറ്റൊരു വഴിയിലൂടെ എത്താം. ഒരുപക്ഷെ അടിയന്തരമായ സാഹചര്യമുണ്ടെങ്കിൽ ആ വഴിയിലൂടെ പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും കടുവയ്ക്ക് വെടിയേറ്റോ എന്ന ഏറ്റവും നിർണായകമായ ചോദ്യമാണ് നാട്ടുകാരും ഇപ്പോൾ ചോദിക്കുന്നത്. സമീപത്ത് തന്നെ ഒരു